Shalom. Our YouTube channel, A for Ben. welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. Psalms 99 verse 2. The Lord is great in Zion, and he is high above all the people. സങ്കീർത്തനങ്ങൾ 99ന്റെ 2-ാം വാക്യം. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനും ആകുന്നു. യെ ബെത്സിയൂൻ ഗദോൽ വെഗാമു അൽ കലാമീം. Look at the verse we read. Consonants are dark in color. Vowel symbols are shown in red color. Cantillation marks are seen in blue color. നാം വായിച്ച വാക്യം എഴുതിയിരിക്കുന്നത് നോക്കൂ. കറുത്ത നിറത്തിൽ കാണുന്നത് വ്യഞ്ജനാക്ഷരം. ചുവന്ന നിറത്തിൽ കാണുന്നത് സ്വരാക്ഷര ചിഹ്നങ്ങൾ ആണ്. നീല നിറത്തിൽ കാണുന്നത് കാന്റിലേഷൻ മാർക്ക്. Now we are studying this word. ഇപ്പോൾ നാം ഈ വാക്കാണ് പഠിക്കുന്നത്. This word is pronounced gadol. ഗഡോൾ എന്നാണ് ഈ വാക്ക് വായിക്കുന്നത്. The first letter is gimel, the second is dalat, and the third is lamed. ആദ്യത്തെ അക്ഷരം ഗീമേൽ, രണ്ടാമത് ദാലത്, മൂന്നാമത് ലാമേദ്. As we said earlier, black-colored letters are consonants, red-colored marks are vowels, and blue color is cantillation mark. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കറുത്ത നിറത്തിലുള്ള അക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളാണ്, ചുവപ്പ് നിറമുള്ള അടയാളങ്ങൾ സ്വരാക്ഷരങ്ങളും നീല നിറം കാന്റിലേഷൻ ചിഹ്നവുമാണ്. Now, let's look only consonants and vowel signs. ഇപ്പോൾ നാം വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും മാത്രം നോക്കിയാൽ മതിയാകും. Look at the red color letter, it is letter vav, but here it is used as a long vowel o. Let's see basic vowel signs in Hebrew. ചുവന്ന നിറത്തിലുള്ള അക്ഷരം നോക്കൂ, അത് വോ എന്ന അക്ഷരമാണ്, എന്നാൽ ഇവിടെ അത് ദീർഘ സ്വരാക്ഷരമായി ഉപയോഗിച്ചിരിക്കുന്നു. ഹീബ്രുവിലെ അടിസ്ഥാന സ്വരാക്ഷര ചിഹ്നങ്ങൾ ഏതൊക്കെ ആണെന്ന് നമുക്ക് നോക്കാം. Let's learn more about vowels. Vowel symbol is given inside the box in the upper right corner. സ്വരാക്ഷരങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം. മുകളിൽ വലത് കോണിൽ സ്വരാക്ഷര ചിഹ്നം ആണ് ബോക്സിനുള്ളിൽ കൊടുത്തിട്ടുള്ളത്. It is short vowel a. Its name is called patha. ഇത് ഷോർട്ട് വോവൽ എ ആണ്. ഇതിന്റെ പേര് പദഹ് എന്നും ആണ്. It is called കാമറ്റ്സ്, which looks like the English letter T. ഇംഗ്ലീഷ് അക്ഷരം ടി പോലെ കാണുന്ന ഇത് കാമറ്റ്സ് എന്ന് പറയുന്നു. Its long vowel a. Long vowel. A ആണിത്. It is short vowel e. Can you see 3 dots, and it is called seagull. ഇത് സെഗോൾ. ഷോർട്ട് വോവൽ ഇ ആണിത്. It is a long vowel e. Its name is tsir. ഇത് tsere എന്ന ചിഹ്നമാണ്. Long vowel. ഇ ആണിത്. This is hyrek short vowel I symbol. ഇത് ഹിരക്ക് ഷോർട്ട് വോവൽ ഐ ആണിത്. This is hyrek yod long vowel I symbol. ഇത് ഹിരക്ക് യോദ്. Long vowel. ഐ ആണിത്. This is kibitz, and it is short vowel u. ഇത് കിബത്സ്. ഷോർട്ട് വോവൽ യു ആണിത്. This is shuruk, and it is long vowel u. ഇത് ഷുറുക്. Long vowel. യു ആണിത്. This is kametz hatuf, and it is short vowel o. ഇത് കാമറ്റ്സ് ഹത്തുഫ്. ഷോർട്ട് വോവൽ ഒ ആണിത്. This is holam, and it is long vowel o. ഇത് ഹോളേം. Long vowel. ഒ ആണിത്. Please like, share, and subscribe to our YouTube channel and press the bell icon to get notifications for all our videos, and please don't forget to comment below. എല്ലാ വീഡിയോകൾക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ദയവായി ലൈക്കും ഷെയറും ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. In description there you can see chapter-wise clickable timestamps. Start with 00 column 00. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 00 കോളം 00യിൽ ആരംഭിക്കുന്ന ചാപ്റ്റർ തിരിച്ച് ക്ലിക്ക് ചെയ്യാവുന്ന ടൈം സ്റ്റാമ്പുകൾ നിങ്ങൾക്ക് കാണാം. Thank you for watching our videos. Have a great time with you. നമ്മുടെ ചാനലിനൊപ്പം വിലയേറിയ സമയം ചിലവഴിച്ചതിന് നന്ദി.